Hi students, Assalamu alaikum. Hope you are fine. What we learned in our previous class? We discussed our third chapter, In Search of Earth Secrets. Weathering, different types of weathering, soil formation, etc. like that. Let me ask some questions from that part. Yes, what is known as weathering? Weathering means disintegration or decomposition of rocks. What are the different types of weathering? Physical weathering, chemical weathering and biological weathering. The next question, what are the factors that influencing soil formation? Climate, topography, parent rock, time, etc. like that. Today, we are going to discuss about how do soil get depleted or perishing soil. എങ്ങനെയാണ് മണ്ണ് നശിക്കപ്പെടുന്നത്? എന്തൊക്കെ കാരണങ്ങളിലൂടെ soil depletion സംഭവിക്കാം? Some human activities that led to soil depletion or perishing soil. Do you know? എന്തൊക്കെ രീതിയിൽ മണ്ണിന് നശീകരണം സംഭവിക്കാം? നമുക്ക് നോക്കിയാലോ. ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ മുറിച്ച് മാറ്റുന്നത് കൊണ്ട് മണ്ണിനെ അതിനെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് മരങ്ങളുണ്ടെങ്കിൽ എന്തായിരിക്കും? വളരെ ഉറപ്പോട് കൂടി അവിടെ നിർത്താനായിട്ട് സാധിക്കും. അപ്പം മരങ്ങൾ മുറിച്ച് മാറ്റുന്നതോട് കൂടിയിട്ട് മണ്ണിൻ്റെ ആ ഒരു തനതായ ടോപ്പ് സോയിലിന് നാശം സംഭവിക്കും. ഓക്കെ, നെക്സ്റ്റ്, നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ. നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ. അതായത് മണ്ണിൽ ലയിച്ചു തേരാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ മണ്ണിൽ കിടന്നു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലുള്ള മണ്ണിന് നാശം സംഭവിക്കും, ഡിപ്ലീഷൻ സംഭവിക്കും. അടുത്ത പോയിന്റ്, ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നമ്മളെപ്പോഴും നന്നായിട്ട് ഈൽഡ് കിട്ടാൻ, വിളവ് നന്നായി ലഭിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അതിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യും, ബയോളജിക്കൽ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യാറുണ്ട്. അതിൽ അമിതമായിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ്, ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്തിലേക്ക് കാരണമാകും? കോസ് സോയിൽ പൊല്യൂഷൻ. അമിതമായി രാസവള പ്രയോഗം മണ്ണിൻ്റെ തനതായ ഗുണങ്ങളെ നശിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. എന്താണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്? കുന്നുകൾ ഇടിക്കുന്നത് മണ്ണിൻ്റെ നാശത്തിന് കാരണമാകും, സോയിൽ ഡിപ്ലീഷന് കാരണമാകും. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് ഓർ ലെവലിംഗ് ഓഫ് ഹിൽസ്. നെക്സ്റ്റ് പോയിന്റ്, യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസസ്. യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്. കൃഷിഭൂമി എന്നുള്ളത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, കൃഷി ആവശ്യങ്ങൾക്കല്ലാതെ മറ്റ് കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസിനൊക്കെ ഉപയോഗിക്കുന്നത് കാരണം സോയിലിന് ഡിപ്ലീഷൻ സംഭവിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഓവർ ഗ്രേസിങ്. ഓവർ ഗ്രേസിങ് മീൻസ് അമിതമായ കന്നുകാലികളെ മേയ്ക്കുന്നത്. അമിതമായി ഒരു ഭൂമിയിൽ കന്നുകാലികൾ മേഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തനതായിട്ടുള്ള ഗുണങ്ങൾ നശിക്കാനായിട്ട് കാരണമാകും. ഓവർ ഗ്രേസിങ്. നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ്, ഡ്രെയിനിങ് വേസ്റ്റ് വാട്ടർ ഇൻ ടു സോയിൽ ഇൻ എ ലാർജ് സ്കെയിൽ. ഡ്രെയിനിങ് വേസ്റ്റ് വാട്ടർ ഇൻ ടു സോയിൽ ഇൻ എ ലാർജ് സ്കെയിൽ. അമിതമായിട്ട് മണ്ണിലേക്ക് വേസ്റ്റ് വാട്ടർ ഒഴുക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? സോയിൽ ഡിപ്ലീഷൻ സംഭവിക്കും. ഈ ഫാക്ടറികളിൽ നിന്നൊക്കെയുള്ള, ഇൻഡസ്ട്രികളിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വാട്ടറൊക്കെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ സോയിലിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാനായിട്ട് കാരണമാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോയിൽ ഡിപ്ലീഷനിൽ പറഞ്ഞിട്ടുള്ളത്, പെരിഷിംഗ് സോയിലിൽ
പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. ഡീഫോറസ്റ്റേഷൻ, നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ, ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, യൂസ് ഓഫ് agricultural land for non-agricultural purposes, overgrazing, draining wastewater into soil in a large scale. അപ്പോൾ കൂടുതൽ പോയിന്റ്സുകൾ നിങ്ങൾ കണ്ടെത്തണം. ഈ പോയിന്റ്സ് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതാൻ വേണം. സോയിൽ ഡിപ്ലീഷൻ അല്ലെങ്കിൽ പെറിഷിംഗ് സോയിൽ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ ഈ പോയിന്റ്സുകൾ നിങ്ങളുടെ SS-ൻ്റെ നോട്ട്ബുക്കിലേക്ക് പകർത്തണം, മറക്കരുത്. നെക്സ്റ്റ്, ഇപ്പോൾ സോയിൽ ഡിപ്ലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സോയിലിനെ കൺസർവ് ചെയ്യേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ സോയിലിനെ കൺസർവ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? ഹൗ ക്യാൻ വി കൺസർവ് സോയിൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ വി കൺസർവ് സോയിൽ? എപ്പോഴും ടോപ്പ് സോയിൽ വെരി ഫെർട്ടൈൽ ആയിരിക്കും. ടോപ്പ് സോയിൽ ഈസ് വെരി ഫെർട്ടൈൽ. ഇത് ഏറ്റവും മുകളിലുള്ള മണ്ണാണ് ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണ്, അല്ലേ? സോയിൽ ഇല്ലാതെ നമുക്ക് ഒരു ലൈഫ് ഫോംസിനും ഇവിടെ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് കൺസർവ് ദ സോയിൽ. മണ്ണിനെ നമ്മൾ സംരക്ഷിച്ചേ മതിയാവും. എന്തൊക്കെ രീതിയിലാണ് നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുക? ഹൗ ക്യാൻ വി കൺസർവ് സോയിൽ? നോക്കിയാലോ പോയിന്റ്സുകൾ. യെസ്, ചെക്ക് ഡീഫോറസ്റ്റേഷൻ. നമ്മൾ പെറിഷിംഗ് സോയിലിൽ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു ഡീഫോറസ്റ്റേഷൻ, അല്ലേ? മരങ്ങൾ മുറിച്ച് മാറ്റുന്നത്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? അതിനെ തടയാം, അല്ലേ? ചെക്ക് ഡീഫോറസ്റ്റേഷൻ. സെക്കൻഡ്, ക്രോപ്പ് റൊട്ടേഷൻ. എന്താ ക്രോപ്പ് റൊട്ടേഷൻ? വിളകൾ മാറി മാറി കൃഷി ചെയ്യുക. ഒരു കൃഷിഭൂമിയിൽ സ്ഥിരമായിട്ട് ഒരേ വിളകൾ തന്നെ കൃഷി ചെയ്യാതെ എന്ത് ചെയ്യുക? മാറി മാറിയിട്ട് വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ക്രോപ്പ് റൊട്ടേഷൻ. ഓക്കെ. നെക്സ്റ്റ്, ടെറസ് ഫാമിംഗ് അലോങ് ഹിൽ സ്ലോപ്സ്. ഈ കുന്നിൻ ചെരിവുകൾ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിൽ ടെറസ് ഫാമിംഗ് ആണ് അനുയോജ്യമായിട്ടുള്ളത്. ടെറസ് ഫാമിംഗ് മീൻസ് തട്ട് തിരിച്ച് കൃഷി ചെയ്യുക. ചെരിഞ്ഞ സ്ഥലങ്ങളെ തട്ടുകളാക്കിയിട്ട് കൃഷി ചെയ്യുക. കൂടാതെ കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്. മണ്ണ് ഒലിച്ചു പോകുന്നത് തടയാനായിട്ട് നമുക്ക് തടയണകൾ നിർമ്മിച്ചു കൊടുക്കാം, ചെക്ക് ഡാംസ്. പിന്നെ യൂസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ ആയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മണ്ണിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും, അല്ലേ? അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇൻസ്റ്റെഡ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വി മസ്റ്റ് യൂസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ജൈവ വളങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് കൺസർവേഷൻ ഓഫ് സോയിൽ നോക്കാനുള്ളത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ചെക്ക് ഡീഫോറസ്റ്റേഷൻ, ക്രോപ്പ് റൊട്ടേഷൻ, ടെറസ് ഫാമിംഗ് അലോങ് ഹിൽ സ്ലോപ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, യൂസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ഇനി കൂടുതൽ പോയിന്റ്സുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് നോട്ടിലേക്ക് എഴുതി ചേർക്കുകയും വേണം. റൈറ്റ് ഡൗൺ ദീസ് ഇൻ ടു യുവർ നോട്ട്ബുക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് മോർ പോയിന്റ്സ്. ലെറ്റ് us കൺസർവ് ദി സോയിൽ. നമ്മൾ ഇപ്പോൾ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, അല്ലേ? ഇതുപോലെ നമ്മൾ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേകളും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതിൽ സോയിൽ ഡേ, വേൾഡ് സോയിൽ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം ഡിസംബർ 15 ആണ്. ഡിസംബർ 15 വി സെലിബ്രേറ്റ് വേൾഡ് സോയിൽ ഡേ. അതുപോലെ ഇൻ്റർനാഷണൽ സോയിൽ ഇയർ ആയിട്ട് നമ്മളൊരു ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2015 ആണ് നമ്മൾ ഇൻ്റർനാഷണൽ സോയിൽ ഇയർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് പേജിൽ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അത് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഈ പാഠഭാഗത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ ഭാഗങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഒന്നുകൂടെ കിട്ടും. അപ്പോൾ അതെല്ലാവരും ഒബ്സർവ് ചെയ്യുക, നോട്ടിലേക്ക് എഴുതുകയും ചെയ്യാട്ടെ ആ ഫ്ലോ ചാർട്ട്. ഓക്കെ. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? എർത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്, അതുപോലെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എർത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് പറഞ്ഞിട്ടുണ്ട്, വെതറിങ് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതറിങ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സോയിൽ ഫോർമേഷൻ പറഞ്ഞു, പിന്നെ പെറിഷിംഗ് സോയിൽ, കൺസർവേഷൻ ഓഫ് സോയിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ 3rd ചാപ്റ്റർ അവസാനിച്ചു.
ഇതുവരെയുള്ള എല്ലാ നോട്ട്സും എല്ലാവരും എഴുതിയെടുക്കുക, എന്നിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, പഠിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.